ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡ്രിഗോ ഗോസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹം ക്ലബ്ബ് വിട്ടേക്കും എന്ന തരത്തിലുള്ള റൂമറുകളാണ് പ്രചരിക്കുന്നത്. ഒരുപാട് ക്ലബ്ബുകൾ റോഡ്രിഗോയിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കാര്യമായ പുരോഗതി ഒന്നും അതിലില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ESPNന്റെ റോഡ്ര ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട്. അതായത് റോഡ്രിഗോ ഗോസിന് ശരിക്കും റയൽ വിട്ട് പുറത്തു പോവാൻ ആഗ്രഹമില്ല, ക്ലബിനകത്ത് തുടരാൻ തന്നെയാണ് ആഗ്രഹം. അത് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം മാറി ചിന്തിക്കുന്നുണ്ട് എന്നാണ് റോഡ്ര റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മികച്ച ഓഫറുകൾ വരികയാണെങ്കിൽ അദ്ദേഹം റയൽ മാഡ്രിഡ് വിട്ടേക്കും. ഏതെങ്കിലും ഒരു ക്ലബിലേക്ക് പോകാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. തനിക്ക് അനുയോജ്യമായ ഓഫർ വന്നാൽ മാത്രമാണ് അദ്ദേഹം റയലിനോട് ഗുഡ് ബൈ പറയുകയുള്ളൂ. അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി കൂടി ഇപ്പോൾ റോഡ്ര വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ലിവർപൂളിലേക്ക് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ റോഡ്രിഗോയുടെ ഏറ്റവും വലിയ സ്വപ്നം. അദ്ദേഹം ആ ഒരു പ്രയോറിറ്റി ലിവർപൂളിനാണ് നൽകുന്നത്. പക്ഷെ അത് നടക്കാൻ സാധ്യതയില്ല എന്ന കാര്യം കൂടി ESPN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അലക്സാണ്ടർ ഇസാക്കിനെ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ ലിവർപൂൾ ഉള്ളത്. അതിനുവേണ്ടി വലിയ ഒരു തുക അവർക്ക് ആവശ്യമായി വരികയാണ്. കൂടാതെ മുന്നേറ്റ നിരയിലേക്ക് ഹ്യൂഗോ എക്കിറ്റിക്കയെ കൂടി അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇനിയിപ്പോൾ റോഡ്രിഗോയെ കൊണ്ടുവരുമോ എന്നുള്ളത് വ്യക്തമല്ല. ലിവർപൂളിന് റോഡ്രിഗോയിൽ താല്പര്യമുണ്ട്. ലൂയിസ് ഡയസ് ക്ലബ്ബ് വിടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ലിവർപൂൾ എത്രത്തോളം ശ്രമങ്ങൾ നടത്തും, അല്ലെങ്കിൽ എത്രത്തോളം വലിയ തുക മുടക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. കാരണം ഇസാക്കിനെ കൊണ്ടുവരണമെങ്കിൽ ഏകദേശം 150 മില്യൺ പൗണ്ടോളം അവർ ചിലവഴിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ നിലവിൽ റോഡ്രിഗോക്ക് ലിവർപൂളിലേക്ക് പോവുക എന്നുള്ളത് ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പക്ഷെ അദ്ദേഹം പോവാൻ ആഗ്രഹിക്കുന്ന ക്ലബ്ബ് അത് ലിവർപൂൾ ആണ് എന്നാണ് ESPNന്റെ റോഡ്ര ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.